നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടിരുന്നു. പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പിറ്റേ ദിവസം ദ്രൗപദി മുർമുവിനെ കാണുന്നു. രണ്ട് നേതാക്കളും, അതായത് പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ഏതോ ചില കാര്യങ്ങളിൽ വിശദാംശങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇന്ന് പിന്നാലെ അതിനിർണായകമായ ഒരു NDA യോഗം കൂടി ദില്ലിയിൽ ചേരുകയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിന്മേൽ രാഷ്ട്രപതിക്ക് ഒരു വ്യക്തമായ ചിത്രം നൽകുക എന്നതാണ് ഈ രണ്ട് സന്ദർശനങ്ങളുടെയും ഉദ്ദേശമെന്ന് വ്യക്തമാണ്. ഇപ്പോഴിതാ NDA യോഗം, നിർണായകമായ NDA യോഗം ചേരുന്നുണ്ട് ദില്ലിയിൽ. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയും നൽകുന്നു. ഇന്ന് അതിനിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു സൂചനയും NDAക്ക് നൽകിയിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിലയിരുത്തലുകളൊക്കെ നേരത്തെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും BJPയുടെ ഒരു ജോലിയാണ്. NDA ഘടകകക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് ധരിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വിശാലമായ അതിനിർണായകമായ NDA യോഗം വിളിച്ചു ചേർത്ത് വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെ ചില കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുക, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. എങ്കിലും അതിനേക്കാൾ നിർണായകമായ വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ചെറിയ സൂചനകൾ പുറത്തു വരുന്നത് പ്രകാരം പശ്ചിമ ബംഗാൾ എന്ന നമ്മുടെ സംസ്ഥാനത്തെ കശ്മീരിനെ വിഭജിച്ചതുപോലെ രണ്ട് സംസ്ഥാനങ്ങളായി വിഭജിക്കാനും ഇതിൽ രണ്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ കേന്ദ്രഭരണ പ്രദേശമാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഇതൊരു വലിയ പ്രഖ്യാപനമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രാജ്യസുരക്ഷയെ കരുതി, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കരുതി ഒക്കെയാണ് ഈ ഒരു നിർണായകമായ ഒരു തീരുമാനം എടുക്കാനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് പെട്ടെന്നുള്ള തീരുമാനമല്ല, ഇത് വളരെ കാലമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ഇതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ നടന്നു വന്നിരുന്നതുമാണ്. ഇപ്പോഴിതാ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങളെ അത് അറിയിക്കാൻ പോകുന്നു എന്നതാണോ ഈ തയ്യാറെടുപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം രാജ്യസുരക്ഷയെ കരുതി, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കരുതി, രാജ്യത്തിൻ്റെ നല്ലതിനെ കരുതിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ചരിത്രത്തിലൊരു ബംഗാൾ വിഭജനമുണ്ട്. ആ ബംഗാൾ വിഭജനം രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു, രാജ്യത്തിൻ്റെ ഐക്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ ഭരണകൂടം നടപ്പിലാക്കിയതായിരുന്നു. അതേപോലെ ഇങ്ങനെ ഒരു പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തെ രണ്ട് പ്രദേശങ്ങളായി വിഭജിക്കുമ്പോൾ ബംഗാൾ വിഭജനം എന്ന ചരിത്രത്തിലെ പഴയ അധ്യായം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് എതിർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് അതീവ നിർണായകമായ യോഗങ്ങൾ നടക്കുന്നത്. രാഷ്ട്രപതിയെ അടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. NDA ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. കാരണം അതിനിർണായകമായ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് ബംഗാൾ വിഭജനം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പശ്ചിമ ബംഗാൾ, ഈ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കളറിലുള്ളതാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൻ്റെ ശേഷം നമുക്കറിയാം അത് വളരെ ചെറിയൊരു ചുവപ്പ് വര കൊണ്ട് അല്ലെങ്കിൽ ചുവപ്പ് വൃത്തത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വളരെ ചെറിയൊരു ഭൂഭാഗമുണ്ട്. അതിനെ ആണ് നമ്മൾ സിലിഗുരി കോറിഡോർ എന്ന് വിളിക്കുന്നത്. ഇതിനെ ചിക്കൻ നെക്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു കോഴിയുടെ തല പോലെ അത്രമാത്രം ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്. ഈ ഇടനാഴിയാണ് ഇപ്പുറത്തേക്ക്, നമുക്ക് നോക്കുക, ഇപ്പുറത്തേക്ക് കിഴക്ക് വശത്തുള്ള ഇത്രയധികം സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചെറിയ ഇടനാഴിയാണ്. ഈ ചെറിയ ഇടനാഴിയുടെ അകലം എന്ന് പറയുന്നത്, വീതി എന്ന് പറയുന്നത് വെറും 22 കിലോമീറ്റർ മാത്രമാണ്. ഈ ചെറിയ ഇടനാഴിയിൽ ഭൂട്ടാനുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഉണ്ട്, അപ്പുറത്ത് നേപ്പാളുണ്ട്. ഇങ്ങനെ 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വളരെ ചെറിയൊരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതിനുശേഷം എത്ര സംസ്ഥാനങ്ങളെന്ന് നോക്കുക. അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നിങ്ങനെ 7 സംസ്ഥാനങ്ങൾ, രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ 7 സംസ്ഥാനങ്ങൾ ഉള്ള മേഖല പിന്നീടാണ് വരുന്നത്. ഈ മേഖലയെ രാജ്യത്തിൻ്റെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്നത് ഈ വളരെ ചെറിയ ഒരു സിലിഗുരി ഇടനാഴിയാണ്. ഇതുവരെ സർക്കാരുകൾ, ഈ ചരിത്രത്തിൽ ഇത്രയും വർഷമായിട്ടും സർക്കാരുകൾ ഈ മേഖലയെ ഇത്ര തന്ത്രപ്രധാനമാണ് എന്ന് കണ്ടിരുന്നില്ല. കാരണം നമ്മുടെ ആ ഭാഗത്തുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യം നമ്മുടെ സൗഹൃദ രാജ്യം
രഹസ്യമായിരുന്നു. ഇന്ന് അതങ്ങനെയല്ല. നമ്മുടെ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം അതീവ ഗുരുതരമായ രീതിയിൽ വഷളായിരിക്കുകയാണ്. മാത്രമല്ല, ബംഗ്ലാദേശ് അതീവ രഹസ്യമായി പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തുന്നുമുണ്ട്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് ഒന്നായിരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സൈനിക അധികൃതരും ബംഗ്ലാദേശിന്റെ സൈനിക അധികൃതരും തമ്മിൽ രഹസ്യമായി ചർച്ചകൾ പോലും നടത്തിയതാണ്. ആ ചർച്ചകളുടെ വിവരങ്ങൾ അവർ രഹസ്യമായിട്ടാണ് നടത്തിയത് എങ്കിൽ കൂടി ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോർത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തിടുക്കത്തിലുള്ള ഈ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന കിഴക്കു ഭാഗത്തുള്ള 7 സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സിലിഗുരി കോറിഡോർ എന്ന ഭാഗം, ആ ഭാഗം ഇന്ന് തന്ത്രപ്രധാനമായ മേഖലയായി മാറിയിരിക്കുന്നു. കാരണം ഈ 22 കിലോമീറ്റർ മാത്രം വരുന്ന ഈ പ്രദേശം പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇവ രണ്ടുമോ ചേർന്ന് മറ്റേതെങ്കിലും വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി ഈ പ്രദേശം പിടിച്ചെടുത്താൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാനോ അവിടേക്ക് ഉള്ള മറ്റ് അവശ്യ വസ്തുക്കൾ എത്തിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. ആ പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ പ്രശ്നമാണ്. ഈ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാർ ധാരാളമായി എത്തുന്നതും ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. ഈ മേഖലകളിൽ അതീവ സുരക്ഷയൊരുക്കണമെന്നും ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടയണമെന്നും നിരന്തരം കേന്ദ്ര സർക്കാർ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടും അത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, മമതാ ബാനർജി സർക്കാർ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള രാജ്യവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം അത് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധി കുറയ്ക്കുക. ഈ തന്ത്രപ്രധാനമായ മേഖല, ഇത്രയധികം തന്ത്രപ്രധാനമായ മേഖല എന്തുകൊണ്ടൊരു ഇപ്പോഴും ഒരു സംസ്ഥാനമായിരിക്കുന്നു, എന്തുകൊണ്ടത് കേന്ദ്രഭരണ പ്രദേശമായി മാറിയില്ല എന്നത് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരുത്തുകയാണ്. ഈ മേഖല സിലിഗുരി അടങ്ങുന്ന വടക്കൻ ബംഗാളിനെ വിഭജിച്ച് അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടന്നു വന്നിരുന്നു. അതാകുമോ ഇനി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വരും മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. വളരെ പ്രധാനമായ തീരുമാനമായിരിക്കും. രാജ്യ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ശത്രുക്കളുടെ പദ്ധതികളെല്ലാം തകർക്കുന്ന ഒരു തീരുമാനം കൂടിയായിരിക്കും. പക്ഷേ ഇന്ത്യക്കകത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പഴയ ബംഗാൾ വിഭജനം എടുത്തുകാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയരാൻ സാധ്യതയുള്ള ഒരു തീരുമാനം കൂടിയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ ശ്രദ്ധിച്ച് ഈ ചുവടുകൾ ഓരോന്നും മുന്നോട്ട് വയ്ക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.